തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി ആറളം വില്ലേജിൽ നിന്ന് 3000-ൽ പരം ആളുകൾക്കാണ് ഹിയറിംഗിൽ പങ്കെടുക്കാൻ നോട്ടീസ് ലഭിച്ചത്. SIRന്റെ ഭാഗമായി നൂറുകണക്കിന് ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകാനാണ് സാധ്യത. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ 2002-ൽ വോട്ട് ചെയ്തവരുടെ പേരുകളാണ് ഉറപ്പായും വോട്ടർ പട്ടികയിൽ നിലനിൽക്കുക. 2002-ന് ശേഷം വോട്ട് ചെയ്തവരുടെ പേരുകൾ രക്ഷകർത്താക്കളുടെ പേര് കൃത്യമായി വന്നിട്ടുണ്ടെങ്കിൽ കൃത്യമായി പുതിയ വോട്ടർ പട്ടികയിൽ നിലനിൽക്കും. ആറളം പട്ടികവർഗ പുനരധിവാസ മേഖലയിൽ നിന്നുമാണ് കൂടുതൽ ആളുകളും SIR പ്രകാരം ഹിയറിംഗിന് ഹാജരാവേണ്ടത്. 1600-ൽ പരം ആളുകളാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 3 ബൂത്തുകളിലായി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാകാൻ സാധ്യതയുള്ളവർ. പുനരധിവാസ പ്രവർത്തനം ആരംഭിച്ചത് 2006-ലായതിനാൽ ഇതിനു മുൻപ് ഇവർ താമസിച്ചിരുന്ന പ്രദേശങ്ങളിലും ബൂത്തുകളിലുമായിരിക്കും ഇവർക്ക് വോട്ടുണ്ടാവുക. വർഷങ്ങളായി ആ മേഖലകളിൽ താമസമില്ലാത്തവരുടെ വോട്ടുകൾ അവിടെ നിന്നും നീക്കം ചെയ്തിട്ടുമുണ്ടാകാം. ഈ സാഹചര്യത്തിൽ ഇവർ ഇവിടെ സ്ഥിരതാമസം എന്ന് തെളിയിക്കാൻ ചിലർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയുമുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി ഹിയറിംഗിന് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. പുനരധിവാസ മേഖലയ്ക്ക് പുറത്തുള്ളവരുടെ കാര്യവും ഇതുതന്നെയാണ്. ആറളം വില്ലേജ് ഓഫീസിലെ ഹിയറിംഗ് ജനുവരി 8 മുതൽ 16 വരെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പുനരധിവാസ മേഖലയിൽ നിന്ന് ആളുകളെ പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹായത്തോടെ ഹിയറിംഗിന് എത്തിക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഹിയറിംഗിൽ പങ്കെടുക്കുന്ന വില്ലേജിൽ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കൂടുതൽ AEROമാരെ നിയമിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. സ്ഥല സൗകര്യമില്ലാതെ വില്ലേജ് ഓഫീസിൽ വെച്ച് ഹിയറിംഗ് നടത്തുന്നത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുമുണ്ട്. ഇത് പരിഹരിക്കാൻ സ്ഥല സൗകര്യമുള്ള മറ്റെവിടെയെങ്കിലും ഹിയറിംഗ് മാറ്റണമെന്ന ആവശ്യവും ഉയരുന്നു. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന്റെ SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആറളം വില്ലേജിൽ മാത്രം നൂറുകണക്കിന് ആളുകളുടെ സമ്മതിദാനാവകാശം ഇല്ലാതാകും എന്നുള്ള ആശങ്കയിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. SIRന്റെ ഇന്റൻസീവ് റിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ നോ മാപ്പിംഗ് കേസിലെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജില്ലയിൽ ഏറ്റവും കൂടുതലുള്ളത് ആറളം വില്ലേജിൽപ്പെട്ട ബൂത്തുകളിലുള്ള നോ മാപ്പിംഗ് കേസാണ് ഹിയറിംഗിന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇന്നും ഈ അടുത്ത ദിവസങ്ങളായിട്ട് 8-ാം തീയതി തുടങ്ങി 16 വരെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2900-ഓളം നോ മാപ്പിംഗ് കേസ് ഹിയർ ചെയ്യാനുണ്ട്. നമ്മൾ വേണ്ടത്ര മതിയായ സ്റ്റാഫിനെയൊക്കെ വിന്യസിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ആറളം ഫാമിൽ വസിക്കുന്ന ജനങ്ങൾ ഇന്നലെ മുതൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവരെ നമ്മൾ പ്രത്യേക സംവിധാനം ഉപയോഗിച്ചിട്ട് വാഹനം ITDPയുടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ ഇവിടെ എത്തിക്കുകയും അപ്പോൾ ഇവിടെ വെനു നിശ്ചയിച്ചിരിക്കുന്നത് ആ ദിവസങ്ങളിൽ വേറെ ബൂത്തിലും ഹിയറിംഗിനും ഉള്ളതുകൊണ്ടും ഇവിടെ മതിയായ ഇൻ്റർനെറ്റ് സൗകര്യം ഉള്ളതുകൊണ്ടാണ് വില്ലേജ് വെച്ചത്. അപ്പോൾ അതുപ്രകാരം അവരുടെ വാഹനങ്ങളിലേക്ക് പ്രൊമോട്ടർമാർ മുഖാന്തരം ഇവിടെ എത്തിക്കുന്നുണ്ട്. അപ്പോൾ നടന്നുകൊണ്ട് വരികയാണ്, അതിൻ്റെ ഹിയറിംഗ് നടന്നുകൊണ്ട് വരികയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറളം വില്ലേജ് ഓഫീസിന്റെ മുൻവശത്താണ്. ഇവിടെ ഇപ്പോൾ SIR പ്രകാരമുള്ള അതിന്റെ ഹിയറിംഗ് നടക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ വോട്ട് ഇല്ലാതാവുന്ന ആളുകളുടെ എണ്ണമുള്ള ആറളം വില്ലേജിലാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ വോട്ടർമാരാണ്. കാരണം അവർ മുമ്പ് 2002 വോട്ടർ പട്ടികയിൽ ഉള്ള ആളുകളുടെ പേര് മാത്രമേ ഇപ്പോൾ ഇത് വന്നിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് യഥാർത്ഥത്തിൽ പുനരധിവാസം ആരംഭിച്ചത് 2006 ആയതിനാൽ 2002-ലെ വോട്ടർ പട്ടികയിൽ പേര് ഇവർ മറ്റ് മുമ്പ് താമസിച്ച ഉന്നതികളിൽ മറ്റുമാണ് എന്നുള്ളതാണ്. ഇത്രയും ആളുകൾ ഈ ഒരു മേഖലയിൽ SIRൽ ഉൾപ്പെടാതെ ആ SIRമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹിയറിംഗിൽ ഇവിടെ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ളത്. BLOമാരുടെ പ്രത്യേക നോട്ടീസ് പ്രകാരം വില്ലേജ് ഓഫീസിൽ വെച്ചിട്ടാണ് ഇത് അതാത് സ്ഥലങ്ങളിൽ നടത്തേണ്ടതാണ്. പക്ഷേ അവിടെയൊന്നും അത് എത്തുമ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ ആളുകൾ എത്താത്തതിൻ്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ തന്നെ പ്രൊമോട്ടർമാരുടെ സഹായത്തോടു കൂടി ഇവിടെ ആളുകളെ എത്തിച്ചുകൊണ്ട് ഈ ഹിയറിംഗ് നടക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും കൂടുതൽ ആറളം ഫാമിൽ തന്നെ 1600-ലധികം ആളുകൾ ഇപ്പോഴിങ്ങനെ ഈ ഹിയറിംഗിൽ ഇവിടെ പങ്കെടുക്കേണ്ടതുണ്ട്. 3 ബൂത്തുകളാണ് അവിടെ ഉള്ളത്. ആ 3 ബൂത്തുകളിലായി 1600-ലധികം ആളുകൾ ഈ SIRൽ ഉൾപ്പെടാതെ ഇവിടെ ഈ ഹിയറിംഗിന് ഇവിടെ പങ്കെടുക്കുന്നതിന് വേണ്ടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ്. ഒരുപക്ഷെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റ് വില്ലേജുകളിൽ അനുവദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയോഗിച്ചുകൊണ്ട് ഈ തിരക്ക് ഒഴിവാക്കാനും ആളുകളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാനും
കിട്ടാനും ശ്രമിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകളെല്ലാം ഇത് പറയുന്നത്. അതുകൊണ്ട് ഈ ഇനിയുള്ള കാലങ്ങളിൽ ഇപ്പം 8-ാം തീയതി മുതൽ 16-ാം തീയതി വരെയാണ് ഈ ഹിയറിംഗിന്റെ ഡേറ്റ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നതെന്നാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഈ കാലയളവിനുള്ളിൽ ഇന്നിപ്പോൾ 12-ാം തീയതിയായി. ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെയും കൂടുതൽ സൗകര്യപ്രദമായ സ്ഥലത്തേക്കും ഈ ഹിയറിംഗ് മാറ്റി ഈ ആളുകളെ സഹായിക്കണമെന്നാണ് അർഹതപ്പെട്ട മുഴുവൻ ആളുകളെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികൾ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് ഇവർ ആവശ്യപ്പെടുകയാണ്. ആറളം വില്ലേജ് ഓഫീസിന് മുന്നിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്.